ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവ്. തൊടുപുഴ പൂപ്പാറ മുരിക്കുംതൊട്ടി വലിയകുന്നേൽ ബൈജു എന്നയാളിന് ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം കഠിന തടവ് വിധിച്ചു. തൊടുപുഴ അഡീഷണൽ ജില്ലാ ജഡ്ജി ലൈജമോൾ ഷെരീഫാണ് ശിക്ഷ വിധിച്ചത്. 2016 ഡിസംബർ 25-നാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഭാര്യ അജിമോളുമായി വേർപിരിഞ്ഞ് കഴിയുകയായിരുന്നു ബൈജു. അടിമാലിയിലെ വീട്ടിലായിരുന്നു അജിമോളിന്റെ താമസം. മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന വിവരം അയൽവാസി പറഞ്ഞതിനെ തുടർന്ന് 2016 ഡിസംബർ 24-ന് ബൈജു അജിമോളുടെ വീട്ടിലെത്തി. ക്രിസ്മസ് ആഘോഷിക്കാനെന്ന പേരിൽ അവളെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിറ്റേന്ന് രാവിലെ ബാഗിന്റെ വള്ളി കഴുത്തിൽ കുരുക്കി അജിമോളെ കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകം നടത്തിയതായി അയൽവാസിയോട് പറഞ്ഞ ശേഷം ബൈജു അടിമാലി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. കുറ്റസമ്മതം നടത്തി. എന്നാൽ വിചാരണയ്ക്കിടെ പ്രതി കുറ്റം നിഷേധിച്ചു. ചില സാക്ഷികൾ കൂറുമാറിയെങ്കിലും പ്രോസിക്യൂഷൻ നിർണായക തെളിവുകൾ ഹാജരാക്കി. അജിമോളെ കൊന്നതായി ബൈജു പറഞ്ഞുവെന്ന് അയൽവാസിയുടെ മൊഴിയും സംഭവം നടന്ന രാത്രിയിൽ ഇരുവരും ഒരേ മുറിയിലാണ് ഉറങ്ങിയതെന്ന് വീട്ടുകാർ പറഞ്ഞതും കേസിന് നിർണായകമായി. കൊലപാതകത്തിന് ഉപയോഗിച്ച ബാഗിന്റെ വള്ളിയിൽ നിന്ന് അജിമോളുടെ തലമുടി കണ്ടെത്തിയതും ശക്തമായ തെളിവായി. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് VS അഭിലാഷ് ഹാജരായി. ശാന്തൻപാറ SHO ആയിരുന്ന CR പ്രമോദ്, DA യൂനുസ് എന്നിവർ കേസന്വേഷണം നടത്തി. സബ് ഇൻസ്പെക്ടർ ഷാജിയും സിവിൽ പോലീസ് ഓഫീസർ റിൻസും അന്വേഷണത്തിൽ സഹായിച്ചു. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.